പ്രിയപ്പെട്ടവരെ, സ്റ്റാറ്റിസ്റ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. അത് വിവിധ തലങ്ങളിൽ പഠിക്കുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹയർ സെക്കൻഡറി, അതുപോലെ തന്നെ ഡിഗ്രി, PG, അതുപോലെ റിസർച്ചൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ് കോറിലേഷൻ. നമ്മൾ എന്താണ് കോറിലേഷനും അതിലെ എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആബിദ് ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം. കോറിലേഷൻ ഈസ് എ ലീനിയർ അസോസിയേഷൻ ബിറ്റ്വീൻ ടു റാൻഡം വേരിയബിൾ. രണ്ട് റാൻഡം വേരിയബിൾ തമ്മിലുള്ള ലീനിയർ അസോസിയേഷനെയാണ് നമ്മൾ എന്ത് പറയുക, കോറിലേഷൻ എന്ന് നമ്മൾ പറയുക. രണ്ട് വേരിയബിൾ എടുക്കുക, അത് തമ്മിലുള്ള ലീനിയർ അസോസിയേഷൻ. പഠിക്കുന്ന സമയവും നമുക്ക് ലഭിക്കുന്ന മാർക്കും രണ്ട് വേരിയബിളാണ്. ഇത് തമ്മിലുള്ള ലീനിയർ അസോസിയേഷൻ. ലീനിയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പവർ 1 ആയിരിക്കും എന്നുള്ളതാണ്. കോറിലേഷൻ അനാലിസിസ് ഷോസ് ആസ് ഹൗ ടു ഡിറ്റർമിൻ ബോത്ത് ദ നേച്ചർ ആൻഡ് സ്ട്രെങ്ത് ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾ. രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ നേച്ചർ പോസിറ്റീവ് റിലേഷൻ ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻ ആണോ, അത് എത്രത്തോളം ഉണ്ട്, സ്ട്രെങ്ത്, ഇതാണ് ഇതിൽ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അത് ആ സമയമാകുമ്പോൾ നമ്മൾ പറഞ്ഞുതരും. വെൻ വേരിയബിൾസ് ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ടൈം കോറിലേഷൻ ഈസ് അപ്ലൈഡ്. രണ്ട് വേരിയബിൾ തമ്മിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കോറിലേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. കോറിലേഷൻ്റെ വാല്യൂ +1നും -1നും ഇടയിലായിരിക്കും. +1നും -1നും ഇടയിലായിരിക്കും. കോറിലേഷൻ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് വിച്ച് ടെൽ അസ് ഇഫ് ടു വേരിയബിൾസ് ആർ റിലേറ്റഡ്. നമുക്ക് കോറിലേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ്. അത് നമുക്ക് പറഞ്ഞു തരുന്നത് രണ്ട് വേരിയബിൾ തമ്മിൽ റിലേഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദ വേരിയബിൾ ഫാമിലി ഇൻകം ആൻഡ് ഫാമിലി എക്സ്പെൻഡിച്ചർ. ഒരാളുടെ ഫാമിലി ഇൻകം എത്ര, അയാളുടെ ഫാമിലി എക്സ്പെൻഡിച്ചർ, ഇത് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ നമുക്ക് പറഞ്ഞു തരിക. കോറിലേഷൻ ചെയ്താൽ അതിൻ്റെ റിലേഷൻഷിപ്പ് പറയാൻ സാധിക്കും. ഇറ്റ് ഈസ് നോൺ ദാറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ്. ഇൻകവും എക്സ്പെൻഡിച്ചറും ഇൻക്രീസ് ഓർ ഡിക്രീസ് ടുഗദർ. ഒരാളുടെ ഇൻകം കൂടി കഴിഞ്ഞാൽ അയാളുടെ എക്സ്പെൻഡിച്ചർ കൂടും, ഒരാളുടെ ഇൻകം കുറഞ്ഞാൽ അയാളുടെ എക്സ്പെൻഡിച്ചർ കുറയും. ദേ ആർ റിലേറ്റഡ് ഇൻ ദ സെൻസ് ദാറ്റ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ഈസ് അക്കമ്പൈൻഡ് ബൈ ചേഞ്ച് ഇൻ അതർ വേരിയബിൾ. ഇവിടെ വരുന്നത് ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കൂടുക എന്ന് പറയുമ്പോൾ ഒരു വേരിയബിളിലുള്ള ചേഞ്ച് മറ്റൊരു വേരിയബിൾ എന്ത് ചെയ്യും, അത് അക്കമ്പൈൻ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇഫ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ഇസ് അക്കമ്പൈൻഡ് ബൈ ചേഞ്ച് ഇൻ അതർ വെൻ ദ വേരിയബിൾസ് ആർ സെഡ് ടു ബി കോറിലേറ്റഡ്. രണ്ട് വേരിയബിൾ എടുക്കാൻ അതിലൊരു വേരിയബിൾ ചേഞ്ച് ചെയ്താൽ അതിൻ്റെ അനുസൃതമായിട്ട് മറ്റേ വേരിയബിൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ കോറിലേറ്റഡ് എന്ന് പറയും. ഫാമിലി ഇൻകം ആൻഡ് ഫാമിലി എക്സ്പെൻഡിച്ചർ, പ്രൈസ് ആൻഡ് ഡിമാൻഡ് ആർ കോറിലേറ്റഡ്. ഇതൊക്കെ കോറിലേറ്റഡ് ആണ്. ടൈപ്സ് ഓഫ് കോറിലേഷൻ. ആദ്യത്തെ ടൈപ്സ് എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവും. പോസിറ്റീവ് കോറിലേഷൻ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾ ഇൻ വിച്ച് ബോത്ത് വേരിയബിൾ മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ. രണ്ട് വേരിയബിൾ എടുക്കുക, രണ്ടും സെയിം ഡയറക്ഷനിൽ പോവാണ്. അതിനെ നമ്മൾ എന്ത് പറയും, പോസിറ്റീവ് കോറിലേഷൻ. ഒരു വേരിയബിൾ കൂടുകയാണ്, അപ്പോൾ മറ്റൊരു വേരിയബിളും കൂടുകയാണ്, ദാറ്റ് ഈസ് എ പോസിറ്റീവ്. ഒരു വേരിയബിൾ കുറയാണ്, മറ്റു വേരിയബിളും കുറയാണ്, സോ ദാറ്റ് ഈസ് ആൾസോ പോസിറ്റീവ് കോറിലേഷൻ എന്ന് നമ്മൾ പറയും. ഫാമിലി ഇൻകവും എക്സ്പെൻഡിച്ചറും, ഒരാളുടെ ഇൻകം കൂടിക്കഴിഞ്ഞാൽ അയാളുടെ എക്സ്പെൻഡിച്ചറും കൂടും, സോ ദാറ്റ് ഈസ് പോസിറ്റീവ് കോറിലേഷൻ. നമ്മൾ ലോ ഓഫ് സപ്ലൈ, പ്രൈസ് കൂടിയാൽ സപ്ലൈ കൂടും, സോ ദാറ്റ് ഈസ് നോൺ ആസ് പോസിറ്റീവ് കോറിലേഷൻ. ഇനി നെഗറ്റീവ് കോറിലേഷൻ ഉണ്ട്. ടു വേരിയബിൾ മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അത് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിൾ കൂടുമ്പോൾ മറ്റേ വേരിയബിൾ കുറയും. പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും, ദാറ്റ് ഈസ് എ നെഗറ്റീവ് കോറിലേഷൻ. പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും, സോ ലോ ഓഫ് ഡിമാൻഡ് ഈസ് എ നെഗറ്റീവ് കോറിലേഷൻ. ഓക്കെ, അടുത്ത ടൈപ്സ് സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ. സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ. സിമ്പിൾ കോറിലേഷൻ എന്ന് പറയുമ്പോൾ വേറെ റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾ, രണ്ട് വേരിയബിൾ മാത്രത്തിൻ്റെ റിലേഷൻഷിപ്പാണ് നമ്മൾ പറയുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് സിമ്പിൾ കോറിലേഷൻ. ഇൻകം, എക്സ്പെൻഡിച്ചർ, പ്രൈസ്, ഡിമാൻഡ്, ഇതൊക്കെ സിമ്പിൾ കോറിലേഷൻ ആണ്. ഇനി പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയുമ്പോൾ രണ്ടിലധികം വേരിയബിൾ ഉണ്ടാവും, പക്ഷേ നമ്മൾ അതിലൊരു വേരിയബിൾ എന്ത് ചെയ്യും, നമ്മൾ കോൺസ്റ്റൻ്റായി നിർത്തിക്കൊണ്ട് മറ്റ് രണ്ട് വേരിയബിൾ എടുത്തിട്ടാണ് നമ്മൾ പഠിക്കുക. ദാറ്റ് ഈസ് പാർഷ്യൽ കോറിലേഷൻ. ഇഫ് ഇൻ ഗിവൺ മോർ ദാൻ ടു വേരിയബിൾ ഉണ്ടാവും, അതിൽ രണ്ട് വേരിയബിൾ മാത്രം എടുത്തിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ദാറ്റ് ഇസ് എ പാർഷ്യൽ കോർ. ഒരു ഉദാഹരണത്തിന് ക്രോപ്പ് ഈൽഡ്, നമ്മൾ കൃഷി ചെയ്തിട്ട് കിട്ടുന്ന ഈൽഡ്, നമ്മുടെ മുന്നിൽ അതിൻ്റെ ഒരു 3-4 വേരിയബിൾ, ഇറിഗേഷൻ, വെതർ, ഇങ്ങനെ പല വേരിയബിൾ നോക്കിയിട്ട് അതിൻ്റെ സീഡ്സിൻ്റെ ഗുണം ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നതെങ്കിൽ അതിനകത്ത് ഈ രണ്ട് വേരിയബിൾ എടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള വേരിയബിൾ കോൺസ്റ്റൻ്റായി നിർത്താൻ പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയും. ഇനി മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ കോറിലേഷനിൽ 2 or more വേരിയബിൾ, രണ്ടിലധികം വേരിയബിൾ എടുത്തിട്ട് നമ്മൾ കോറിലേഷൻ കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, മൾട്ടിപ്പിൾ കോറിലേഷൻ. ഉദാഹരണത്തിന് റെയിൻഫാള്, ഫെർട്ടിലൈസർ, പെർ ഹെക്ടർ പ്രൊഡക്ടിവിറ്റി ഓഫ് വീറ്റ് ക്രോപ്പ്. വീറ്റ് പ്രൊഡക്ഷനിൽ പെർ ഹെക്ടറിലെ പ്രൊഡക്ടിവിറ്റി എടുത്ത് യൂസ് ഓഫ് ഫെർട്ടിലൈസർ, റെയിൻഫാൾ, ഇത് 3 വേരിയബിൾ ഉണ്ട്. ഈ 3 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ മൾട്ടിപ്പിൾ കോറിലേഷൻ. ഇതിൽ നമ്മൾ റെയിൻഫാൾ ഒഴിവാക്കി ഫെർട്ടിലൈസറും പെർ ഹെക്ടർ പ്രൊഡക്ടിവിറ്റി മാത്രം എടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണ്. അതിൽ റെയിൻഫാൾ എന്ത് ചെയ്ത് കോൺസ്റ്റൻ്റായി നിർത്തി, സോ ദാറ്റ് ഈസ് നോൺ ആസ് പാർഷ്യൽ കോറിലേഷൻ എന്ന് നമ്മൾ പറയും.
ഇനി മറ്റൊന്നാണ് ലീനിയറും നോൺ ലീനിയറും. നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ കോറിലേഷൻ സാറ്റ് ടു ബി നോൺ ലീനിയർ ഇഫ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്. ഇത് ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മറ്റ് വേരിയബിൾ ചേഞ്ച് ചെയ്യും. ഈ ചേഞ്ച് ചെയ്യുന്നത് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ അതിനെ നോൺ ലീനിയർ എന്ന് പറയും. വെൻ ആൾ പോയിന്റ്സ് ഓൺ ദ സ്കാറ്റർ ഡയഗ്രം ടെൻ ടു ലൈ നിയർ ഓർ സ്മൂത്ത് കർവ് ദ കോറിലേഷൻ സാറ്റ് ടു ബി നോൺ ലീനിയർ. ഇതാണ് നോൺ ലീനിയറിൻ്റെ ഗ്രാഫ് എന്ന് നമ്മൾ പറയുന്നത്. ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സാറ്റ് ടു ബി ലീനിയർ ഇഫ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഈസ് കോൺസ്റ്റൻറ്റ്. റേഷ്യോ ഓഫ് ചേഞ്ച് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. വെൻ ആൾ ദ പോയിന്റ്സ് ഓൺ ദ സ്കാറ്റർ ഡയഗ്രം ടെൻ ടു ലൈൻ നിയർ ലൈൻ വിച്ച് ലുക്സ് ലൈക്ക് എ സ്ട്രൈറ്റ് ലൈൻ. ലീനിയർ കോറിലേഷനിൽ എന്തായിരിക്കും? ആ ഗ്രാഫ് ഇതെന്തായിരിക്കും? കർവ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. നോൺ ലീനിയറിൽ എന്തായിരിക്കും? കർവ് ലീനിയർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടുന്ന് തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇനി കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. കോറിലേഷൻ ഈസ് മെഷേർഡ് ബൈ വാട്ട് ഈസ് കാൾഡ് കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് കോറിലേഷൻ നമ്മൾ മെഷർ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? അതിനെന്ത് പറയുക? കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയാം. കോറിലേഷൻ കോഫിഷ്യൻ്റ് ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ഓഫ് ദ ഡിഗ്രി ടു വിച്ച് ചേഞ്ച് ടു ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ പ്രൊഡിക്റ്റ് ചേഞ്ച് ടു ദ വാല്യൂ ഓഫ് അനദർ. എത്രത്തോളം മാറ്റമുണ്ട് ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മറ്റേ വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നത് എത്ര ഉണ്ട് എന്നുള്ളത് നമ്മളെന്ത് പറയുക? കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കോഫിഷ്യൻ്റ് എന്ന് പറയാം. അതിൻ്റെ ഡിഗ്രി എത്രയാണ് ആ റിലേഷൻഷിപ്പിൻ്റെ ഡിഗ്രി എന്നുള്ളത്. കോറിലേഷൻ കോഫിഷ്യൻറ്റിൻ്റെ വാല്യൂ +1നും -1നും ഇടയിലായിരിക്കും. ഇത് 0ക്ക് മുകളിലാണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ, 0ക്ക് അടിയിലാണെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. 0ലാണെങ്കിൽ നോ കോറിലേഷൻ. നമുക്ക് കോറിലേഷൻ മെഷർ ചെയ്തിട്ട് വാല്യൂ 0 കിട്ടി. സോ ദാറ്റ് ഈസ് നോൺ ആസ് നോ റിലേഷൻഷിപ്പ്. ഇനി അതിൻ്റെ റിലേഷൻഷിപ്പ് 0ക്ക് മുകളിലാണ് കിട്ടിയത്, അപ്പോൾ പോസിറ്റീവ് കോറിലേഷൻ. അത് +1 ആണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. ഇനി മെത്തേഡ്സ് ഓഫ് മെഷറിങ് കോറിലേഷൻ. കോറിലേഷൻ മെഷർ ചെയ്യുന്ന മെത്തേഡ്സ്. ഒന്നാമത്തെ മെത്തേഡ് നമ്മൾ പറയുന്നത് സ്കാറ്റർ ഡയഗ്രാം കോറിലേഷൻ ഗ്രാഫ്. അത് ഗ്രാഫിക്കൽ മെത്തേഡാണ്. പിന്നെ ആൽജിബ്രൈക് മെത്തേഡാണ് കാൽക്കുലേഷൻ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ കോഫിഷ്യൻ്റ്, കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്. നമ്മൾ ഇതിൽ പറയുന്നത് ഗ്രാഫിക്കലും എന്താന്ന് പറഞ്ഞു പോകും, അതുപോലെ തന്നെ കാൽപിയേഴ്സണും ഇതിൽ പറഞ്ഞു പോകും. സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത് ഇത് സ്കാറ്റർ പ്ലോട്ട് എന്ന് പറയാറുണ്ട്, XY ഗ്രാഫ് എന്ന് പറയാറുണ്ട്. ഇറ്റ്സ് എ ഗ്രാഫ് ദാറ്റ് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ 2 ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ മെഷർഡ് ഓൺ ദ സെയിം ഇൻഡിവിജ്വൽ. ഒരു സെയിം ഇൻഡിവിജ്വലിലെ 2 ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ നമ്മൾ അതിൻ്റെ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഗ്രാഫാണ്. ഇതിൽ നിന്ന് എത്ര റിലേഷൻഷിപ്പ് ഉണ്ട് അതിൻ്റെ ഡിഗ്രി നമുക്ക് സ്കാറ്റർ ഡയഗ്രത്തിൽ പറയാൻ സാധിക്കില്ല. ഈച്ച് ഇൻഡിവിജ്വൽ ഇൻ ദ ഡാറ്റ സെറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ പോയിന്റ് ഇൻ ദ സ്കാറ്റർ ഡയഗ്രാം. ഓരോ ഇൻഡിവിജ്വൽ ഡാറ്റ സെറ്റ് ഇത് റെപ്രസെൻറ്റ് ഒരു പോയിന്റ് ആയിട്ട് സ്കാറ്റർ ഡയഗ്രാം. ദ പ്രെഡിക്റ്റർ വേരിയബിൾ ഈസ് പ്ലോട്ടഡ് ഓൺ ദ ഒറിസോണ്ടൽ ആക്സിസ്. ഒറിസോണ്ടൽ ആക്സിസിൽ പ്രെഡിക്റ്റർ വേരിയബിളും റെസ്പോൺസ് വേരിയബിൾ ഈസ് പ്ലോട്ടഡ് ഓൺ ദ വെർട്ടിക്കൽ ആക്സിസ്. റെസ്പോൺസ് വേരിയബിൾ എന്തായിരിക്കും? വെർട്ടിക്കൽ ആക്സിസിലായിരിക്കണം. ഡി നോട്ട് കണക്ട് ദ പോയിന്റ്സ് വെൻ ഡ്രോയിങ് എ സ്കാറ്റർ ഡയഗ്രാം. ഒറിസോണ്ടൽ ആക്സിസിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും വെർട്ടിക്കൽ ആക്സിസിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ് നമ്മൾ എടുക്കാറുള്ളത്. ഓക്കെ, ഇതായിരിക്കും സ്കാറ്റർ ഡയഗ്രത്തിൽ ഉണ്ടായിരിക്കുക. സ്കാറ്റർ ഡയഗ്രത്തിൽ നമ്മൾ പോയിന്റുകൾ നമ്മൾ ഇങ്ങനെ പ്ലോട്ട് ചെയ്യും. എക്സിൻ്റെ വൈയിൽ ഇങ്ങനെ പ്ലോട്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ഈ രീതിയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ദിസ് ഈസ് എ പോസിറ്റീവ് കോറിലേഷൻ. ഇത് ഒറ്റ ലൈനിൽ ഇങ്ങനെ ലൈനോട് ചാരിയിട്ടാണ് പോകുന്നതെങ്കിൽ അതിനെ ഇതെന്താണ്? ഒരു വേരിയബിൾ കൂടുമ്പോൾ മറ്റൊരു വേരിയബിൾ, ഇങ്ങനെ ഒരു ലൈൻ നമുക്ക് വരയ്ക്കാൻ കഴിയും. ഇത് നേരെ ഓപ്പോസിറ്റിലേക്കാണ്. ഇത് നെഗറ്റീവ് കോറിലേഷൻ. ഇനി എന്താണ്? മറ്റൊന്ന് എടുക്കുക, ഇങ്ങനെ കിടക്കുകയാണ്. ദിസ് ഈസ് നോൺ ആസ് നോ കോറിലേഷൻ. ആ പോയിന്റുകൾ തമ്മിലൊരു ബന്ധവുമില്ലെങ്കിൽ നോ കോറിലേഷൻ. ഇങ്ങനെയാണ് സ്കാറ്റർ ഡയഗ്രത്തിൽ ഉണ്ടായിരിക്കുക. പെർഫെക്റ്റ് ആണെങ്കിൽ ആ ലൈനിൽ തന്നെ ആയിരിക്കും വാല്യൂ ഉണ്ടായിരിക്കുക. ദാറ്റ് ഈസ് നോൺ ആസ് പെർഫെക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു പോയിന്റ് ഈ ലൈനിൽ ഇങ്ങനെ പോയിന്റ് അടയാളപ്പെടുത്തി പോകണമെങ്കിൽ ദാറ്റ് ഈസ് എ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. നേരെ ഓപ്പോസിറ്റിൽ ഈ രീതിയിലാണെങ്കിൽ ഇതിനെ നെഗറ്റീവ് കോറിലേഷൻ എന്ന് നമ്മൾ പറയും. ഇനി മെറിറ്റ്സ് ഓഫ് സ്കാറ്റർ ഡയഗ്രാം. ഇതിൽ നമുക്ക് ഇതിൻ്റെ ഒന്നാമത്തെ മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി വേ ഓഫ് ഫൈൻഡിങ് നേച്ചർ ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾ. 2 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ നേച്ചർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോ കോറിലേഷൻ ആണോ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ബൈ ഡ്രോയിങ് എ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ബൈ ഫ്രീ ഹാൻഡ് മെത്തേഡ് ത്രൂ ദ പ്ലോട്ടഡ് ഡോട്ട് ദ മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് എസ്റ്റിമേറ്റിംഗ് ദ മിസ്സിംഗ് വാല്യൂ ഓഫ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഫോർ എ ഗിവൺ വാല്യൂസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. നമ്മൾ ഒരു ലൈൻ ഓഫ് നമ്മൾ ഇതിൽ സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഇങ്ങനെ പ്ലോട്ട് ചെയ്യുന്നതാണല്ലോ. ഇതിൽ നമുക്ക് ഇതിലൂടെ ഇങ്ങനെ ലൈന് വരച്ച് പോയാൽ നമുക്ക് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ മിസ്സിംഗ് വാല്യൂ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമുക്ക് അറിയെങ്കിൽ കണ്ടെത്താൻ സാധിക്കുന്നതാണ് പറയുന്നത്. സ്കാറ്റർ ഡയഗ്രാം ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ലീനിയർ ആസ് വെൽ ആസ് നോൺ ലീനിയർ കോറിലേഷൻ. ഇത് ലീനിയർ കോറിലേഷനിലും നോൺ ലീനിയർ കോറിലേഷനിൽ യൂസ് ചെയ്യാൻ പറ്റും. ദ വാല്യൂസ് ഓഫ് എക്സ്ട്രീം ഒബ്സർവേഷൻ ഡു നോട്ട് അഫക്റ്റ്. ഇതിൽ എക്സ്ട്രീം ഒബ്സർവേഷൻ ഇതിനെ അഫക്റ്റ്
ചെയ്യില്ല. ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് ഇതിൽ റഫ് ഐഡിയ മാത്രം, ഇറ്റ് ഗിവ്സ് ഓൺലി റഫ് ഐഡിയ ഹൗ ടു വേരിയബിൾസ് ആർ റിലേറ്റഡ്, എങ്ങനെയാണ് റിലേഷൻ എന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഇറ്റ് ഗിവ്സ് എ അബൌട്ട് ദ ഡയറക്ഷൻ ഓഫ് കോറിലേഷൻ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മാത്രമേ കിട്ടുള്ളൂ. ഇത് ഹൈ ഉണ്ടോ ലോ ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല. ഇതിൻ്റെ വാല്യൂ എത്ര ഡിഗ്രി ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ഡിഗ്രി എത്ര ഡിഗ്രി ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു +1 -1 ഇടയിലായിരിക്കും കോറിലേഷൻ്റെ വാല്യൂ. ആ +1 ആണോ അല്ലെങ്കിൽ 0.82 ആണോ എന്നൊന്നും ഇതിൽ നിന്ന് ലഭ്യമല്ല. അതാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി കോറിലേഷൻ ഗ്രാഫ് അണ്ടർ ദിസ് മെത്തേഡ് സെപ്പറേറ്റ് കർവ് ആർ ഡ്രോൺ ഫോർ ദ എക്സ് വേരിയബിൾ ആൻഡ് വൈ വേരിയബിൾ ഓൺ ദ സെയിം ഗ്രാഫ് പേപ്പർ. ഒരു സെയിം ഗ്രാഫ് പേപ്പറിൽ എക്സ് വേരിയബിളിനും വൈ വേരിയബിളും എന്ത് ചെയ്യും, ഒരു സെപ്പറേറ്റ് കർവ് ആയിരിക്കും. ദ വാല്യൂസ് ഓഫ് ദ വേരിയബിൾ ആർ ടേക്കൺ ആസ് ഓർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് പ്ലോട്ടഡ്. വാല്യൂസ് ഓഫ് ദ വേരിയബിൾ നമ്മൾ ഓർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് പ്ലോട്ടഡിൽ അടയാളപ്പെടുത്തും. ഫ്രം ദ ഡയറക്ഷൻ ആൻഡ് ക്ലോസ്നെസ് ഓഫ് ടു കർവ്സ് വി ക്യാൻ ഇൻഫർ വെദർ ദ വേരിയബിൾസ് ആർ റിലേറ്റഡ്. അതിൻ്റെ ഡയറക്ഷനും അതിൻ്റെ ക്ലോസ്നെസ്സിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് വേരിയബിൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ അതെങ്ങനെയാണെന്നൊക്കെ പറയാൻ പറ്റും. ഈ ബോത്ത് കർവ്സ് ആർ മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ. നമ്മൾ രണ്ട് കർവ് വരച്ചു, രണ്ട് കർവ് വരച്ചിട്ട് രണ്ട് കർവും അപ്വാർഡ് ആണെങ്കിലും ഡൗൺവേർഡ് ഇതിങ്ങനെ മൂവ് ചെയ്യാണ് രണ്ടും. ഇത് നമുക്ക് പോസിറ്റീവ് എന്ന് പറയാൻ സാധിക്കും. ഒരു വേരിയബിൾ ഒരു ഡയറക്ഷനിൽ മറ്റൊരു വേരിയബിൾ മറ്റൊരു ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് നെഗറ്റീവ് കോറിലേഷൻ. ഓക്കെ, ഇനിയിപ്പോൾ രണ്ടും ഇങ്ങനെ ആണെങ്കിലും പോസിറ്റീവാണ്. രണ്ടും സെയിം ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് പോസിറ്റീവ്. ഒന്നോ ഒരു ഡയറക്ഷനിൽ മറ്റൊരു ഡയറക്ഷനിലാണ് പോകുന്നെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് നെഗറ്റീവ് കോറിലേഷൻ. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ആൽജിബ്രൈക്ക് ആയിട്ടുള്ള മെത്തേഡായിട്ടുള്ള കാൾ പേഴ്സൺ കോഫിഷ്യൻ്റെ കോറിലേഷൻ പറയാണ്. ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് കാൾ പേഴ്സൺ ആണ്. ഇതിൻ്റെ മറ്റൊരു പേര് പിയേഴ്സൺ പ്രൊഡക്റ്റ് മൊമെൻറ്റ് കോറിലേഷൻ കോഫിഷ്യൻ്റ് എന്നാണ്. കാൾ പേഴ്സൺ പ്രൊഡക്റ്റ് മൊമെൻറ്റ് കോറിലേഷൻ കോഫിഷ്യൻ, സിംപ്ലി പിയേഴ്സൺ കോറിലേഷൻ കോഫിഷ്യൻ ഫോർ ഷോർട്ട്. ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോറിലേഷൻ മെഷർമെൻറ്റിൻ്റെ ഇതാണ് മെത്തേഡാണ്. കാൾ പേഴ്സൺ വാസ് എ ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യൻ. ഇയാൾ ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യനാണ്, സ്റ്റാറ്റിസ്റ്റീഷ്യനാണ്. ഇദ്ദേഹം ഒരു മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പുതിയൊരു ഡിസിപ്ലിൻ ഫൗണ്ട് ചെയ്തു. അങ്ങനെ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിൽ ഇത് പുതിയ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തു. 1911 ഇദ്ദേഹത്തിൻ്റെ സംഭാവന സ്റ്റാറ്റിസ്റ്റിക്സിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഈ അലോങ് വിത്ത് ഈസ് കൊളീഗ് വെൽഡൻ ആൻഡ് ഗാൾട്ടൺ ഫൗണ്ട് ദ ജേണൽ ഓഫ് ബയോമെട്രിക്ക. ഇദ്ദേഹത്തിൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള വെൽഡനും ഗാൾട്ടനും കൂടി ഒരു ജേണൽ പുതുതായിട്ട് ചെയ്തു, ബയോമെട്രിക്ക. അതിൻ്റെ പ്രധാനമായ ഒബ്ജക്റ്റീവ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ തിയറി. ദ പേഴ്സൺ പ്രൊഡക്റ്റ് മൊമെൻറ്റ് കോറിലേഷൻ കോഫിഷ്യൻറ്റ്. പേഴ്സൻ്റെ പ്രൊഡക്റ്റ് മൊമെൻറ്റ് കോറിലേഷൻ്റെ സിമ്പിൾ സ്മോൾ ലെറ്റർ ആർ റോ എന്നൊക്കെ പറയാൻ ഈസ് എ കോമൺ മെഷർ ഓഫ് ദ കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾ x and y. When measured population Pearson product moment correlation is designated Greek letter rho. When computed in sample it is designated letter of r. ഇത് റോ എന്ന് പറയുന്ന ഗ്രീക്ക് ലെറ്റർ ആണ്. പോപ്പുലേഷൻ എടുക്കുമ്പോൾ അത് സാമ്പിൾ എന്നാണെങ്കിൽ സ്മോൾ ലെറ്റർ ആർ, സം ഈസ് കാൾഡ് പേഴ്സൺ ആർ എന്ന് പറയാറുണ്ട്. ദ പേഴ്സൺ കോറിലേഷൻ റിഫ്ലക്ട് ദ ഡിഗ്രി ഓഫ് ദ ലീനിയർ റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾ. എത്രയാണ് ഇതിൻ്റെ ഡിഗ്രി എന്ന് ഇതിൽ നിന്ന് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. അത് മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് r is equal to sigma into x minus x bar into y minus y bar divided by n into small sigma x divided by small sigma y. എക്സ് ബാർ എന്ന് പറയുന്നത് മീന്, വൈ ബാർ എന്ന് പറയുന്നത് മീന്, വൈൻ്റെ മീന്, എക്സ് ബാർ എന്ന് പറയുന്നത് എക്സിൻ്റെ മീന്, സ്മോൾ സിഗ്മ എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്മോൾ സിഗ്മ വൈ എന്ന് പറയുന്നത് വൈൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത് കാണാനുള്ള നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഇനി എങ്ങനെയാണ് ഇത് മെഷർ ചെയ്യുക എന്നുള്ളത് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. നമുക്ക് തന്നിരിക്കുക എക്സിൻ്റെ വാല്യൂ തന്നിട്ടും വൈൻ്റെ വാല്യൂ തന്നിട്ടുണ്ടാവും. ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ എക്സിൻ്റെ പ്രൈസ് ഡിമാൻഡ് അങ്ങനെ തരും. ചിലപ്പോൾ മറ്റ് രണ്ട് വേരിയബിളിൻ്റെ പേരൊക്കെ പറയാം. അതിന് നമ്മൾ എക്സും വൈയും കൊടുക്കുക. ആദ്യത്തേന് എക്സ് കൊടുക്കുക, രണ്ടാമത്തേന് വൈ എന്ന് കൊടുക്കുക. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ ആണ് ഇക്വേഷനിൽ ഫസ്റ്റ് ഉള്ളത്. അപ്പോൾ എൻ എത്രയായി നമുക്ക് എണ്ണ കിട്ടും? 1 2 3 4 5 6 7 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 7 എന്നിട്ട് കൊടുത്തു. പിന്നെ നമ്മളോട് പറഞ്ഞത് സിഗ്മ എക്സ് വൈ. അപ്പോൾ നമുക്ക് ഇവിടെ എക്സും വൈ എത്തുന്നത് സിഗ്മ എക്സ് വൈ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക? എക്സ് ഇൻറ്റു വൈ കാണാം. 2 × 4 8, 3 × 5 15, 3 × 4 24, 5 × 12 60. അങ്ങനെ ഓരോന്നും തമ്മിലുള്ള മൾട്ടിപ്പിൾ ചെയ്ത് അതിൻ്റെ ടോട്ടൽ എടുക്കുക 228. ഇതിൻ്റെ ടോട്ടൽ സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു വൈൻ്റെ ടോട്ടൽ 228 മൈനസ് സിഗ്മ എക്സ്. സിഗ്മ എക്സ് എന്ന് പറയുന്നത് ഈ എക്സിൻ്റെ ടോട്ടൽ 35. നമുക്ക് ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല, ചിലതിൽ തരും. ഇതിൽ തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇതെല്ലാം ആഡ് ചെയ്യുക.
അപ്പോൾ സിഗ്മ എക്സ് 35, സിഗ്മ വൈ അതുപോലെ വൈൻ്റെ ടോട്ടൽ 45. അത് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. തന്നിരിക്കുന്ന വേരിയബിൾ ആഡ് ചെയ്താൽ മതി. ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ. അപ്പോൾ എൻ നമുക്ക് 7 എന്നറിയാം. അപ്പോൾ 7 കൊടുത്തു. ഇനി സിഗ്മ എക്സ് സ്ക്വയർ കിട്ടണം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ എക്സിൻ്റെ സ്ക്വയർ കാണണം. 2 ഇൻറ്റു 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64. അതെത്ര കിട്ടി? അതിൻ്റെ ടോട്ടൽ കാണാം 203. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ സിഗ്മ എക്സ് സ്ക്വയർ 203 മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. സിഗ്മ എക്സ് എന്ന് പറയുന്നത് എത്ര? 35. 35ൻ്റെ സ്ക്വയർ ഇൻറ്റു 7 ഇൻറ്റു റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഇവിടെ എക്സ് കണ്ടല്ലോ, അതുപോലെ വൈൻ്റെ കാണാം. 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25, 6ൻ്റെ സ്ക്വയർ 36, 12ൻ്റെ 154, 9ൻ്റെ 81, 5ൻ്റെ 25, 4ൻ്റെ 16. റൂട്ട് ഓഫ് എ ഇൻറ്റു 343. അതിൻ്റെ ടോട്ടൽ 343 മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. സിഗ്മ വൈ 45, അതിൻ്റെ ഹോൾ സ്ക്വയർ 45 സ്ക്വയർ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ആർ സിക്കൽ ടു ഇതിൻ്റെ എ ഇൻറ്റു 228, 1596 മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ 35 × 45, 1525 ഓൾ ഡിവൈഡ് ബൈ എ ഇൻറ്റു 203, 1421 മൈനസ് 35ൻ്റെ സ്ക്വയർ 1225, എ ഇൻറ്റു 343, 2401 മൈനസ് 2025, 45ൻ്റെ സ്ക്വയർ. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ മുകളിലത്തത് 221 കിട്ടും. അടിത്തത് ഇത് മൈനസ് ചെയ്ത് അതിൻ്റെ റൂട്ട് കണ്ട് അത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 271 കിട്ടും. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 21 ഡിവൈഡ് ബൈ 221.46, 0.077 എന്ന് കിട്ടും. അപ്പോൾ ഇതെന്താണ്? പോസിറ്റീവ് കോറിലേഷനാണ്. ഭയങ്കര വലിയ പോസിറ്റീവ് അല്ല, പെർഫെക്റ്റ് അല്ല, പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാൻ സാധിക്കുന്ന രീതിയിലാണ്. ഇങ്ങനെയാണ് നമ്മൾ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ മെഷർ ചെയ്യാറ് ഉള്ളത്. ഇതിന് ഷോർട്ട് കട്ട് ഫോർമുലകളൊക്കെ ഉണ്ട്. ഈ ഷോർട്ട് കട്ട് ഫോർമുലയിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യം, ഇതിൽ ഏത് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ എക്സാമിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഏത് ഫോർമുലയിൽ ചെയ്യണമെന്ന് പറയില്ല. നമുക്ക് ഇഷ്ടമുള്ള ഫോർമുലയിൽ ചെയ്യാം. വലിയ സംഖ്യകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് കട്ട് ഫോർമുലയിൽ ചെയ്യാവുന്നതാണ്. അത് നമ്മൾ ഷോർട്ട് കട്ട് ഫോർമുലയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു സംഖ്യ എക്സും വൈയും തന്നിട്ടുണ്ടെങ്കിൽ എക്സ് എന്ന് വൈ കുറക്കുന്ന രീതിയാണ്. അപ്പം എക്സ് എന്ന് വൈ അല്ല, എക്സ് എന്ന് അസ്യൂംഡ് വാല്യൂ കുറക്കണം. അസ്യൂംഡ് വാല്യൂ ആക്ച്വൽ മീൻ ആണെങ്കിൽ നമ്മളെ ഇക്വേഷൻ സിഗ്മ ഡി എക്സ് ഡി വൈ ഡിവൈഡ് ബൈ സിഗ്മ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു സിഗ്മ ഡി വൈ സ്ക്വയർ. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഫോർമുലയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇത് താല്പര്യമുള്ളവർക്ക് ഇതിലും ചെയ്യാവുന്നതാണ്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് കോറിലേഷൻ കോഫിഷ്യൻ്റ്. കോറിലേഷൻ കോഫിഷ്യൻറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ് പറയുന്നത്. ഒന്നാമത്തത് ഇതിൻ്റെ വാല്യൂ +1നും -1നും ഇടയിലായിരിക്കും ഉണ്ടായിരിക്കാം. ദ കോറിലേഷൻ കോഫിഷ്യൻ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ. കോറിലേഷൻ കോഫിഷ്യൻ്റ് എന്തായിരിക്കും? ചേഞ്ച് ഓഫ് ഒറിജിനും അതിൻ്റെ സ്കെയിലിനും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, വൈൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, എക്സിൻ്റെ വാല്യൂ 1, 2, 3 എന്നൊക്കെ തന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എല്ലാ സംഖ്യയിലേക്കും +1 എന്ന് കൂട്ടുക അല്ലെങ്കിൽ കുറക്കുക. ഓക്കെ, വൈയിലും അതേപോലെ ചെയ്യുക. അപ്പോൾ ആ സമയത്ത് കോറിലേഷൻ്റെ വാല്യൂ നമ്മൾ ആദ്യം എക്സും വൈ തന്നിട്ടുണ്ടല്ലോ, എന്നിട്ട് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂവിൽ നമ്മൾ ആഡ് ചെയ്യുകയോ കുറയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കോറിലേഷനിൽ മാറ്റം ഉണ്ടായിരിക്കില്ല. നമ്മൾ ഇപ്പോൾ ഇവിടെ ആദ്യം 1 എന്നുള്ള പിന്നെ എന്താ 2, പിന്നെ 2 എന്നുള്ള 3 അങ്ങനെ സംഖ്യകളൊക്കെ മാറും. അതേപോലെ വൈയിലും ഇതേപോലെ ആ 1 എന്ന് കൂട്ടാം. അപ്പോൾ ചേഞ്ച് ഓഫ് ഒറിജിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യില്ല, ഇതിൽ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനിൽ മാറ്റം ഉണ്ടായിരിക്കില്ല. സ്കെയിൽ എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു വാല്യൂ കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്തു, 2 കൊണ്ട് ഇതിനൊക്കെ മൾട്ടിപ്പിൾ ചെയ്തു, വൈൻ്റെ വാല്യൂനും 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്തു അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തു എന്ന് കരുതാം. എന്നിട്ട് നമ്മൾ കോറിലേഷൻ കണ്ടാൽ ആദ്യം നമ്മൾ കണ്ട കോറിലേഷന് സെയിം ആയിരിക്കും ഉണ്ടായിരിക്കുക. കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് ദ ജോമെട്രിക് മീൻ ഓഫ് 2 റിഗ്രഷൻ കോഫിഷ്യൻ്റ്. 2 റിഗ്രഷൻ കോഫിഷ്യൻറ്റിൻ്റെ ജോമെട്രിക് മീൻ ആയിരിക്കും. എന്താ റിഗ്രഷൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റിഗ്രഷനിൽ 2 കോഫിഷ്യൻ്റ് ഉണ്ട്, BXYയും BYXും. അതിൻ്റെ റൂട്ട് ഓഫ് BXY ഇൻറ്റു BYX അതിൻ്റെ വാല്യൂ ആയിരിക്കും കോറിലേഷൻ്റെ വാല്യൂ. ഇനി ഈ റിഗ്രഷൻ കോഫിഷ്യൻറ്റിൽ ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ മറ്റതും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കോറിലേഷൻ്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. റിഗ്രഷൻ കോഫിഷ്യൻറ്റിൻ്റെ വാല്യൂ എന്താണോ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. റിഗ്രഷൻ കോഫിഷ്യൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെയും നെഗറ്റീവ് ആയിരിക്കും. കോറിലേഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ദ സൈൻ ഓഫ് ലീനിയർ കോറിലേഷൻ കോഫിഷ്യൻ്റ് ഈസ് ഷെയർഡ് ബൈ ദ കോവേരിയൻസ്. ലീനിയർ കോറിലേഷൻ കോഫിഷ്യൻറ്റിൻ്റെ സൈൻ എന്ത് ചെയ്യും? ഷെയർഡ് ബൈ ദ കോവേരിയൻസ്. ലീനിയർ കോറിലേഷൻ കോഫിഷ്യൻ്റ് കനോട്ട് എക്സീഡ് 1, 1ൽ കൂടാൻ സാധ്യതയില്ല. ഇത് +1നും -1നും ഇടയിലായിരിക്കും ഉണ്ടായിരിക്കുക.
അഡ്വാൻറ്റേജ് ഓഫ് പിയേഴ്സൺ കോഫിഷ്യൻറ്റ് ഇറ്റ് സമ്മറൈസ് ദ ഇൻ വൺ വാല്യൂ ദ ഡിഗ്രി കോറിലേഷൻ ഡയറക്ഷൻ ഓഫ് കോറിലേഷൻ ആൾസോ. ഇത് നമുക്ക് എന്താണ് അതിൻ്റെ ഡയറക്ഷൻ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ കൃത്യമായിട്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് യൂസ്ഡ് കോറിലേഷൻ കോഫിഷ്യൻറ്റ് ഓൺലി മെഷർ ലീനിയർ റിലേഷൻ. ഇതിൽ ലീനിയർ റിലേഷൻ മാത്രമേ പറയുന്നുള്ളൂ, നോൺ ലീനിയർ റിലേഷൻഷിപ്പ് പറയുന്നില്ല. വൺ ഹാസ് ടു ബി കെയർഫുൾ ഇൻ്റർപ്രറ്റിംഗ് ദ വാല്യൂ ഓഫ് ആർ. നമ്മൾ കെയർഫുൾ ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യണം ആറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റും ഇൻകൊടുത്ത്, ഒരാളുടെ ഹൈറ്റും അവരുടെ ഇൻകൊടുത്ത്, എന്നിട്ട് നമുക്കൊരു കോറിലേഷൻ വാല്യൂ കിട്ടി. അപ്പോൾ നമ്മൾ പറയണം ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇൻകം കൂടുന്ന അതിൻ്റെ റിലേഷൻഷിപ്പ് അത് രണ്ട് പോസിറ്റീവാണ് കോറിലേഷൻ എന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് അതൊരു റഫായിട്ട് പറയാൻ പറ്റുമെന്നല്ലാതെ അതൊരു കെയർഫുള്ളായിട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെ എടുത്തിട്ടില്ലെങ്കിൽ അതൊരു നോൺസെൻസായി മാറാൻ. ആർ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ടു സേ എനിത്തിങ് അബൌട്ട് ദ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഇതിൽ പറയാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇതോടുകൂടി നമ്മുടെ കോറിലേഷൻ്റെ ഒന്നാമത്തെ വീഡിയോ കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് പ്രോബബിൾ എറർ, കോഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ, സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ, ഇതൊക്കെ ഇതിൻ്റെ തൊട്ട് പിറകെയായിട്ട് വീഡിയോകളായിട്ട് വരും. എല്ലാവരും കാണുക. ഓക്കെ, താങ്ക് യു.